മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്കൊരു സ്പോൺസറുണ്ട്. അത് ചിങ്ങവനത്ത് നിന്നും ഹിമാനിയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ വിവാഹവും അനുഗ്രഹിക്കപ്പെട്ട നന്മകളും ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമുക്കൊരു നിമിഷം ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഹിമാനിയെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സിസ്റ്ററിന് വിവാഹവും ജോലിയും കർത്താവെ ദൈവിക നന്മകൾ കൊണ്ട് നിറഞ്ഞൊരു ലൈഫാകട്ടെ. അപ്പോൾ താൻ സ്വപ്നം കാണുന്നത് എന്താണോ അത് തൻ്റെ ലൈഫിലുണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പിതാവേ, നിൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പോൾ തൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കണം. രണ്ടുപേരുടെ ലൈഫിലും കർത്താവെ അപ്പോൾ തൻ്റെ ജീവിതത്തോട് ദൈവം ചേർത്ത് വെക്കുന്ന തുണ ചേർന്ന് വരട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്താൽ ദൈവിക നന്മയിലായിരിക്കുന്ന ഒരു വ്യക്തി കർത്താവെ, അവിടുത്തെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി തൻ്റെ ലൈഫിനോട് ചേർന്ന് വരട്ടെ. അപ്പോൾ അതേപോലെ സഹോദരൻ്റെ PGയുടെ പഠനം അത് അനുഗ്രഹമാകണം കർത്താവെ. പോകുവാൻ ആഗ്രഹിക്കുന്ന മേഖലകളിൽ കർത്താവിൻ്റെ വഴികൾ തുറക്കണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ തങ്ങളുടെ കുടുംബം വസ്തുവകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ വസ്തുവകളും അതിൻ്റെ നന്മകളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അപ്പോൾ സമൃദ്ധിയുടെ നിറവ് ഈ വീട്ടിലുണ്ടാകട്ടെ യേശുവേ. അപ്പോൾ ഈ കുടുംബം ഒരു അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ അനേകരുടെ മുൻപിൽ കർത്താവിൻ്റെ മഹത്വം വഹിക്കുന്ന ഒരു കുടുംബമായി തീരട്ടെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്ററെ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂലൈ 14 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 16 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. സ്വർഗത്തിനൊരു ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്കറിയാമോ? ദൈവത്തിൻ്റെ ഭാഷയെ എനിക്കറിയാമെങ്കിൽ കർത്താവിനോട് സംസാരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ വ്യക്തമാകും. ദൈവത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ എനിക്ക് എത്രത്തോളം മനസ്സിലാകുന്നോ അത്രത്തോളം ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ഞാൻ പറയുന്നതെന്ന് കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം.
ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരു പൂവൻകോഴിയെ കാണുമോ ബ്രദറെ? ഒരു നല്ല ആമയും പറഞ്ഞേ. എന്നാ കാണുന്നേ? നിങ്ങൾ പൂവൻകോഴി കണ്ടിട്ടില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ പൂവൻകോഴിയെ കാണുമോ ബ്രദറെ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ പൂവ് കാണുക ബ്രദറെ. എന്ന് കാണുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പൂവ് കാണുക. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ ഡീകോഡ് ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല ഹാലോലിയ പറഞ്ഞേട്ടെ. വാ ഇവിടെ നിൽക്കുക. ഇവളോടൊരുത്തൻ ഒരു പ്രേമാഭ്യർത്ഥന നടത്തുക. ആരാ? അറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ അങ്ങനെ പറഞ്ഞ? ഞാൻ ഈ പെങ്കൊച്ചിന്റെ കയ്യിലേക്ക് വിടർന്ന പൂ കൊടുക്കുവോ മുട്ടായ പൂ കൊടുക്കുവോ? പെമ്പിള്ളേരെങ്കിലും പറ. വിടർന്നതോ? അപ്പൊ നിങ്ങൾ ഈ ലോകത്തല്ല. പകുതി വിടരാത്ത ഒരു മുട്ടിനെയാണ് പ്രേമാഭ്യർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അതാ ചെമ്പരത്തി പൂ കൊടുക്കുവോ? പറ, മറുപടി പറ. ചെമ്പരത്തി ഒരുത്തം തന്നിട്ടുണ്ടെങ്കിൽ അവന് കുഴപ്പമോ മോളെ പുറകെ പോവല്ലേ? കാരണം അത് ചെവി വെക്കാനേ കൊള്ളാവൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ, പ്രേമാഭ്യർത്ഥനയായിട്ട് വരുന്നവൻ മുല്ലപ്പൂവിന്റെ ഒരു മുട്ട് കൊണ്ട് കൊടുക്കുവോ? അതെന്നാ കൊടുക്കാത്തെ? അപ്പൊ ആ പൂവിന് ലോകം ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. പ്രേമിക്കുന്നയാൾ ഒരു പെങ്കൊച്ചിന് പ്രേമം കൊടുക്കണമെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ടത് പൂ വിരിയാത്തതും എന്നാൽ പകുതി വിടരാൻ തുടരുന്നതുമായ പൂ കൊടുക്കണം. ഇത്രയും പാസ്റ്റ് പഠിപ്പിച്ചു തന്നില്ലേ? അതിന്റെ അർത്ഥം ഐ എം ഷെയറിങ് മൈ ലവ്, ഞാൻ എൻ്റെ സ്നേഹത്തെ നിനക്ക് തരുന്നു എന്നാണ് ആ പൂവിന്റെ അർത്ഥം. അപ്പൊ പൂവിനകത്ത് അർത്ഥമുണ്ട്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞേ, ശബ്ദകീർത്തന ഹാലോലിയ പറഞ്ഞേ. നിങ്ങൾ പൂവെടുത്ത് ഒരു ചെമ്പരത്തി പൂവെടുത്ത് ചെവി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അത് നിങ്ങൾക്ക് മനസ്സിലായി, വട്ടാന്ന് മനസ്സിലായി. പക്ഷെ പൂവല്ലേ അതും. ഇരുന്ന മോളെ, ഒരു നല്ല ഹാലോലിയ പറ. സത്യത്തിൽ ദൈവത്തിന്റെ ലാംഗ്വേജ് പിടികിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു പൂവ് കർത്താവ് കാണിച്ചു തന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്ന വാചകം നന്നായി ശ്രദ്ധിക്കൂ. അടുത്തിരിക്കുന്ന ആളോട് നന്നായിട്ട് തട്ടിയിട്ട് പറ, നന്നായിട്ട് ഗ്രഹിക്കാൻ പറ, മനസ്സിലാക്കാൻ പറ. ദൈവം നിങ്ങൾക്ക് ആ വെളിപ്പാട് തരുമ്പോ, ആ സ്വപ്നം തരുമ്പോ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം, പൂ കണ്ടു ബ്രദറെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൂ കാണുമോ ബ്രദറെ? അല്ല അല്ല. കർത്താവിനോട് ചോദിക്കണം, നീ എന്താണ് ആ പൂവിലൂടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നത്? അപ്പോൾ അടുത്ത മറുപടി നിങ്ങൾക്ക് കേൾക്കാനായി കഴിയും. അടുത്ത മറുപടി അപ്പൊ നിങ്ങൾക്ക് തോന്നുവാ കർത്താവ് തൻ്റെ സ്നേഹത്തെ എന്നോട് കാണിക്കുകയാണ്. കർത്താവിനോട് അത് അപ്പൊ നിനക്കത് മനസ്സിലായെങ്കിൽ നീ പറയും, കർത്താവേ നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നു. അടുത്ത കോൺവെർസേഷനായി, സംസാരം ആരംഭിച്ചു. ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ദർശനങ്ങൾ കാണുന്നത്, സ്വപ്നങ്ങൾ കാണുന്നത്, ഇൻസ്പിറേഷനുകൾ ഉണ്ടാകുന്നത്. ഒന്ന് കൈകളടിച്ചൊരു ആമേൻ പറ. പൂവാണ് ദൈവം തന്നത്. പക്ഷേ ആ പൂവിന് അർത്ഥം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യെരമ്യാവ് എന്ന് പറയുന്ന 2 പുസ്തകം എഴുതിയിട്ടുള്ള ആള്, ബൈബിളിലെ ഏറ്റവും വലിയ പ്രവാചകനാ. പക്ഷെ പുള്ളി ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ കണ്ട എന്നാന്നറിയോ? തിളയ്ക്കുന്ന ഒരു കലം. എന്നാ കണ്ടേ? പക്ഷെ നമ്മൾ തിളയ്ക്കുന്ന വല്ല കലം കണ്ടേ? കുറെ ദിവസമായിട്ട് ഞാൻ തിളയ്ക്കുന്ന കലവാ പറഞ്ഞത്. കാരണം എന്തുവാണോ ആവോ, ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ. പക്ഷെ യെരമ്യാവ് പറഞ്ഞു, അല്ലല്ല. കർത്താവ് യെരമ്യാവിനോട് ചോദിച്ചു, യെരമ്യാവ് എന്താ കാണുന്നേ? അവൻ പറഞ്ഞു, തിളയ്ക്കുന്നൊരു കലം കാണാം. യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, ആ തിളയ്ക്കുന്ന കലം എൻ്റെ കോപമാണ്. തിളയ്ക്കുകയാണ്.
അപ്പോൾ ദൈവം തിളയ്ക്കുന്ന കലത്തിനല്ല പ്രത്യേകത, ആ കലം കാണുമ്പോൾ എൻ്റെ അകത്തുണ്ടാകുന്ന ദൈവശബ്ദത്തിനാണ് പ്രത്യേകത. കൈയടിക്കേ ആമേൻ പറ, സ്തോത്രം പറ, ഹല്ലേലൂയ പറ, ശബ്ദം ഉയർത്ത ആമേൻ പറ. എന്തിനാ ബ്രദറെ സ്വപ്നങ്ങളും ദർശനങ്ങളും പഠിപ്പിക്കുന്നേ? ദൈവത്തിന്റെ ഭാഷ നിങ്ങൾ പഠിപ്പിക്കുക. എന്തിനാ നിങ്ങൾ ദൈവത്തിന്റെ ഭാഷ പഠിപ്പിക്കുന്നേ? നോക്ക, യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ആരുടെ ആടുകൾ ആരുടെ ശബ്ദം കേൾക്കും? യേശു ആകുന്ന ഇടയന്റെ ശബ്ദം യേശു ആകുന്ന ഇടയന്റെ ശബ്ദം ആടുകൾ കേൾക്കും. എന്തിനു കേൾക്കും? അടുത്ത വാചകം, ഞാൻ അവയെ പേര് ചൊല്ലി വിളിച്ചിട്ട് മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ജോൺ ഡാരി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നിന്റെ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ന് ദൈവശബ്ദം കേൾക്കുന്നുവോ? ഇന്ന് ഞാന് കണ്ടിട്ടുള്ളൊരു കാര്യം, ദയനീയമായ അവസ്ഥ. എൻ്റെ പുറകിലെ അല്ലെങ്കിൽ വേറൊരു പ്രവാചകന്റെ പുറകിലെ ആളുകൾ ഓടുകയാണ്. കാരണം എന്നാണെന്നറിയോ? അവര് ദൈവശബ്ദം എന്ന് പറയുന്നത് ആ വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ദൈവശബ്ദം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളോട് ഇടയനായ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ആ ശബ്ദം കേൾക്കുന്നവരാണ് സക്സസിലേക്ക് പോകുന്നത്, അവരാണ് വിജയിക്കാൻ പോകുന്നത്. ഞാനിന്ന് മീറ്റിങ്ങിന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടെ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരാൻ പ്രാർത്ഥിക്കുക. ഡിവൈസ് അകത്തില്ലെങ്കിൽ കേൾക്കാൻ കഴിയത്തില്ല. ഡിവൈസ് അകത്തുള്ള ആളിനോട് പറയാനുള്ളത്, നിങ്ങളെ നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും, നിങ്ങളെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവരെ മാത്രമേ നടത്താൻ കഴിയത്തുള്ളൂ, അവരെ മാത്രമേ ഉയർത്താൻ കഴിയത്തുള്ളൂ. Come on. കൈ അടിച്ചൊരു ആമേൻ പറ, ശബ്ദമേർത്തിരെ ഹല്ലേലൂയ പറ. യേശുവേ എന്ന് വിളിക്കേ, യേശുവേ. നോക്ക, അപ്പോ യേശു കർത്താവ് പറയുമോ, അവ എൻ്റെ ശബ്ദം കേൾക്കും. ആരുടെ ശബ്ദം കേൾക്കും? ഇടയന്റെ ശബ്ദം പാസ്റ്ററല്ല കേൾക്കുന്നത്, പ്രസംഗിക്കുന്ന ഞാനല്ല കേൾക്കുന്നത്. പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ട് നിങ്ങളോട് പറയുന്നല്ല, പകരം ഓരോ ആടും അവന്റെ ശബ്ദം കേൾക്കുമെന്ന്. ഓരോ ആടും. ഞാന് ബിസിനസ് ആവശ്യമായിട്ട് ചെന്നൈ, വശനാട്, തേനി, വശനാട്, മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ തേനി ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അതുപോലെ അമ്പാസമുദ്രം, കറുത്തപിള്ളയൂർ, ആ ഭാഗങ്ങളിൽ ധാരാളം മാസങ്ങൾ താമസിച്ചിട്ടുണ്ട് ഞാൻ ബിസിനസ് ആവശ്യമായിട്ട്. എനിക്ക് വൈരക്കൽ കച്ചവടം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടുത്തെ ഇടയന്മാരെ ആടുകളെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ആടുകളെല്ലാം ഒരുമിച്ചായിരിക്കും വരുന്നേ, പക്ഷെ ആ ഇടയന്മാരെ ഒരുമിച്ചായിരിക്കും നടക്കുന്നേ. പക്ഷേ അതിൽ ഒരു ഇടയൻ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയാൽ ഈ കൂട്ടത്തിലുള്ള ആളുകളിൽ കുറച്ചു പേര് അതിന് ആളുടെ കൂടെ പോകുന്നത് പോലെ ആ ആടുകള് ആ ആളുടെ കൂടെ വേർതിരിയും. ഞാൻ ചിന്തിച്ചു, ആടുകൾക്ക് എത്രയധികമായി ശബ്ദം അറിയാം. അപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അതിൽ ചില ആടുകൾക്ക് അവരെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട്, ചില ആളുകളുടെ കഴുത്തിലെ ഒരു സാധനം കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ? ആ ആട് പുതിയതാണ്, എൻ്റെ ശബ്ദം, ആ ആട് പുതിയ ആടാണ്. ഞങ്ങൾ വിസിലടിക്കുമ്പോൾ പഴയ ആടുകളെല്ലാം വരും, പക്ഷെ പുതിയ ആടിന് ഞാൻ തന്നെ ചെന്ന് വലിച്ച് ഇതിനകത്തേക്കാക്കും. ഞാൻ ചോദിച്ചു, അപ്പൊ അതിന് മനസ്സിലാകത്തില്ലേ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ അതിനെ വലിക്കണ്ട, അത് തനിയെ തിരിയാൻ തുടങ്ങും. ഇടയന്റെ പരിപാലന അനുഭവിക്കണമെങ്കിൽ ആ ശബ്ദം കേട്ടേ ഒക്കത്തുള്ളൂ. ഇടയന്റെ പരിപാലനം തുടങ്ങുന്നത് ശബ്ദത്തിനകത്താണ്. അപ്പോസ്തലന്മാരുടെ ശബ്ദം കേൾക്കുന്നതല്ല, പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുന്നതല്ല. അതെല്ലാം കേൾക്കണം, നല്ലത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ വ്യക്തിപരമായി എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, എൻ്റെ അപ്പന്റെ ശബ്ദം കേൾക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്വയം ഒരു ദർശനം കണ്ടിട്ട് എത്ര നാളായി?
വ്യക്തിപരമായി കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് നാളുകളായില്ലേ? വിശ്വാസത്തിൽ വന്നിട്ട് നാളുകളായില്ലേ? എപ്പോഴെങ്കിലും കർത്താവിന്റെ അടുക്ക ഇരുന്നിട്ട് ആ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ശബ്ദം കേൾക്കാത്ത ഒരാളും അടുത്ത പടിയിലേക്ക് വളരത്തില്ല. ശബ്ദം കേൾക്കാത്ത ഒരാളും അടുത്ത പടിയിലേക്ക് വളരത്തില്ല. വളർച്ച ശബ്ദത്തിനകത്തായിരിക്കുന്നതാ. എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നതാ ദൈവശബ്ദം കേൾക്കാനാണ്. ഓ, ഒന്ന് കൈകളടിച്ചൊരു നല്ല ആമീൻ പറ. Come on, വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കേ, യേശുവേ എന്ന് വിളിക്കേ. സത്യത്തിൽ നിങ്ങൾ അറിയേണ്ടത്, ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഒരു ആത്മീയ ലോകത്തിലേക്കാണ് ഞാൻ വന്നത്. ഈ ലോകത്തിലെ ജീവിക്കണമെങ്കിൽ ഒന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. അതോടൊപ്പം ഈ ആത്മീയ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സകല ആത്മീയ അനുഭവങ്ങളും ദൈവം തരാൻ തയ്യാറാണ്. ഓ, ഒന്ന് കൈയടിച്ചു ആമേൻ പറ. ശബ്ദമേർത്തിരെ ഹല്ലേലൂയ പറ. ശബ്ദമേർത്തിരെ ആമേൻ പറ. ദൈവം നിങ്ങളെ നടത്തുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ആരൊരാളോട് പറഞ്ഞു, ബ്രദറെ കുറേ ദിവസമായിട്ട് ദർശനം കാണുന്നതിനെ കുറിച്ചും സ്വപ്നം കാണുന്നതിനെ കുറിച്ചും പ്രസംഗിക്കുന്നത് ആണ്. കുറേ ദിവസമായിട്ട് അങ്ങനെ. കാരണം നിങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോഴും ഇതുപോലെ സ്നാനപ്പെട്ടു എന്ന് ശരിയാ, പാട്ട് പാടുന്നുണ്ട് ശരിയാ, പ്രാർത്ഥിക്കുന്നുണ്ടോ ശരിയാ, പക്ഷേ നിങ്ങൾക്കൊരു ചേഞ്ചും ഇല്ലാത്തതിന്റെ കാര്യം എന്താ? സോ സിമ്പിൾ. നിങ്ങൾ ആരും ആരെ കേൾക്കുന്നില്ല? കർത്താവിനെ കേൾക്കുന്നില്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾ മാത്രമേ പ്രോഗ്രസ്സിലേക്ക് വരത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഒരു നിമിഷം ഇരുന്നേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ ഒരാൾ വളർത്തുക, 25 വയസ്സ് വരെ ഒരു റൂമിനകത്ത് ഇട്ടിട്ടാ വളർത്തിയേ. റൂമിനകത്ത് ഇട്ടിരിക്കുക. അയാൾ ഇതുവരെ ഒരു ശബ്ദവും സംസാരവും കേട്ടിട്ടില്ലെന്ന് വിചാരിക്കേ. അയാൾക്ക് ആഹാരം കൊടുക്കുന്നയാൾ മിണ്ടുന്നയാളല്ല. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, അയാൾക്ക് വർത്തമാനം പറയാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? പറ. അയാൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അയാളുടെ ആവശ്യം എന്ത് കാണിക്കാനേ അയാൾക്ക് അറിയത്തുള്ളൂ. കാരണം ഭാഷ അദ്ദേഹത്തിന് പരിചയമില്ല. നിങ്ങൾക്ക് ഈ പറയുന്നത് പിടികിട്ടുന്നു? ഒരാള് ഭാഷ കേൾക്കാതെയാ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ജനിച്ച കുറച്ചു ദിവസം കഴിയുമ്പോൾ അമ്മ എന്നും അപ്പ എന്നും വിളിക്കും. പക്ഷെ എന്തുകൊണ്ടാ വടക്കേന്ത്യയിലുള്ള കൊച്ച് അമ്മ എന്നും അപ്പ എന്നും വിളിക്കാത്തെ? എന്തുകൊണ്ടാ അമേരിക്കയിലുള്ള കൊച്ച് അമ്മ എന്നും അപ്പ എന്നും വിളിക്കാത്തെ? അവരെ മാം അല്ലെങ്കിൽ മമ്മി എന്നാ അവര് വിളിക്കുന്നേ. മമ്മീന്ന് വിളിക്കത്തില്ല, മാം എന്നാ വിളിക്കുന്നേ. എന്ത് നമ്മുടെ മലയാളം, അവർക്ക് മലയാളം സംസാരിച്ചങ്ങ് തുടങ്ങിക്കൂടായിരുന്നു? അത് പറ്റുന്നില്ല അല്ലേ? അതിന്റെ കാരണം അവർ കേട്ടതാണ് അവർ സംസാരിക്കുന്നേ. ഒരു കുഞ്ഞിനെ 20 വർഷം അടച്ചിട്ട് വളർത്തിയാൽ അയാൾക്കൊരു ലാംഗ്വേജും അറിയത്തില്ല. അയാൾക്ക് അയാളുടെ കാര്യത്തെ അവതരിപ്പിക്കാൻ കഴിയത്തില്ല. വേറൊരാൾ എന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 20 വർഷം കഴിഞ്ഞിട്ട് അയാളെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് ഇറക്കി വിടുവോ? അവിടെ പറയുന്ന ആളുകൾ പറയുന്ന ഭാഷ കേട്ടാൽ അയാൾക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി എങ്ങനെയെന്നറിയോ? എ ഫോർ ആപ്പിൾ. നമുക്ക് ആ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആപ്പിൾ ആപ്പിൾ. ഒരു ഗ്ലാസ് കാണിച്ചിട്ട് പറഞ്ഞു ഗ്ലാസ്. വേറൊരു സ്ഥലം കാണിച്ചു പറഞ്ഞു മിറർ. വേറൊരു ടീ കാണിച്ചിട്ട് ബനാന. ആ വാക്ക് കേട്ടപ്പോ കുഞ്ഞുമായിട്ട് ആ ചിത്രവുമായി കണക്റ്റഡ് ആയി. ആ കുഞ്ഞ് പിന്നീട് ആപ്പിൾ കണ്ടപ്പോ തനിയെ പറഞ്ഞു ആപ്പിൾ.
നമ്മൾ അപ്പനെ കാണിച്ചിട്ട് പറഞ്ഞു അപ്പൻ അപ്പൻ അപ്പ അപ്പ. പിന്നെ കൊച്ചു അപ്പനെ കാണുമ്പോ അപ്പ അപ്പ എന്ന് പറയാൻ തുടങ്ങി. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എന്റെ കുഞ്ഞുങ്ങൾ വളരുമ്പോ എന്റെ പേരാ വിളിച്ചോണ്ടിരുന്നേ. ഞാന് സോളിയെന്നാ വിളിക്കുന്നേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവളെന്ത് വിളിക്കും? സോളി. അമ്മ എന്നല്ലേ വിളിക്കുന്ന സോളി. കൂടുതൽ കേൾക്കുന്ന സോളിന്നാ. അമ്മ എന്ന കാര്യം പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് അമ്മ എന്നുള്ള വിളി വരുന്നില്ല. ഞാൻ അമ്മ എന്നാ വിളിച്ചിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? സോളിന്നാ വിളിക്കുന്നത് കേൾക്കുന്നേ. മമ്മിയും സോളിന്നാ വിളിക്കുന്നത് കേൾക്കുന്നേ. അതുകൊണ്ട് എല്ലാവരും ഇവളും വിളിച്ചു സോളിന്ന്. നമ്മളത് കേട്ടിട്ട് ചിരിച്ചു. ലാംഗ്വേജ് പഠിക്കുക ചെയ്തേ. ദൈവരാജ്യത്തിലെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവം പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്. കർത്താവ് നമ്മളെ നടത്തണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. ആ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് കർത്താവ് നമ്മളോട് സംസാരിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം അവൻ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിന് അനുഗ്രഹമാണ്. ആ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോയാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ഗിരിജ എന്നാണ്. നെടുങ്കോലത്ത് നിന്നാണ് കടന്നു വരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായാണ് നിൽക്കുന്നത്. ഈ സിസ്റ്ററിന് മോശം പോകുവാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അതിനോടൊപ്പം തന്നെ നടുവേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സോളി സിസ്റ്ററിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞ് മോശം നോർമൽ ആകുകയും ആ നടുവേദന നിശേഷം മാറിപ്പോകുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മോശം പോകാൻ പ്രയാസമായിരുന്നു. എത്ര നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു? 6-7 മാസത്തിൽ കൂടുതലായിട്ട് കഴിക്കണമായിരുന്നു. മരുന്ന് കഴിച്ചാലേ പോകത്തുള്ളായിരുന്നു. അങ്ങനെ 2 കുപ്പി മരുന്നോളം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാം. അങ്ങനെ ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെയാണ് പ്രശ്നം, എനിക്ക് വയറ്റിനകത്ത് എനിക്കിങ്ങനെയാണ് പോകാൻ ഭയങ്കര പാടാണ്, മരുന്ന് കഴിക്കണം. അങ്ങനെ സിസ്റ്റർ അന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ അതങ്ങ് മാറിപ്പോയി. പിന്നെ സിസ്റ്റർ നവംബർ 3-ാം തീയതി ഇങ്ങനെ ഷോൾഡറിന് വേദന, ഈ ഒരു സൈഡ് വേദനയായിട്ട് ഒരു സിസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അതും മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടൊപ്പം. ബ്രദർ, ഈ സിസ്റ്ററുടെ പേര് രമണി എന്നാണ്. പരവൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇത് ഈ സിസ്റ്ററിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ലഭിച്ച 2 സാക്ഷ്യങ്ങൾ പറയാനാണ്. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് 3 മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് ഇടയായി. രണ്ട് പിള്ളേരെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു. ജീവിതം കൊണ്ട് വലിയ ഉയർച്ചയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം 2 പെൺമക്കളും വിദേശത്ത് പോയി അവർക്ക് അവിടെ ജോലിയുണ്ട്. പിന്നെ മോന് ഒരു സാധു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റി. പിന്നെ അവന് നല്ല ജോലി കിട്ടി. കൊണ്ടുവന്ന പിന്നെ വെറും സാധുവാണ്. അമ്മായിമ്മ മരുമോളെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. സാധാരണ സാധുവാണെന്ന് പറയത്തില്ല, ഭയങ്കരയാന്ന് പറയുന്നതിന് പകരം സാധു ഒരു കൊച്ചിനെ കെട്ടിയിരിക്കുന്ന പറയുന്നത്. ഒരു കൈയടി കൊടുത്തേ കർത്താവിന്. ഒരു സന്തോഷമാണ് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുന്നത് അല്ലേ? അമ്മായിമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റാരേക്കാൾ വളരെ ഗുണമുള്ള സാക്ഷ്യമാണ്. ഓക്കെ, പറ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് സിസ്റ്ററിന് ആരോഗ്യപരമായി പല വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതിൽ നിന്നൊക്കെയും പുറത്തു വരുവാനും ഇപ്പോൾ ആരോഗ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പ്രശ്നം എന്തായിരുന്നു? മുട്ടുവേദന. 18 വർഷത്തിന് മുമ്പ് വന്ന മുട്ടുവേദനയാ. ജോലി ചെയ്യാനും രാത്രിയാകുമ്പോ കുത്തിവലിയും വേദനയും, ബസ്സിൽ കയറാനും പ്രയാസമായിരുന്നു. കുത്തിവലിയും വേദന ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. ഇന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 18 വർഷമായിട്ട് ബസ്സിൽ കയറാൻ പാടായിരുന്നു. എന്നാൽ തനിക്കിപ്പോ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ, സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ, സ്ഥലം ടൗൺ ഹാൾ തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ, സ്ഥലം AJ ഹാൾ കുമാരപുരം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക അത്ഭുതങ്ങൾക്കായും ദൈവത്തിൻ്റെ വചനത്തിനായും നന്ദി പറയുകയാണ്.
എന്നോടൊപ്പം ആയിരിക്കുന്നവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് വളരെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് അതിനേക്കാൾ അനുഗ്രഹമാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവെ ആത്മലോകത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയുന്ന കർത്താവെ ആ സ്വർഗീയ നിറവിനായി, സ്വർഗീയ അനുഭവങ്ങൾക്കായി ഒക്കെ നന്ദി പറയുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. ഈ കുടുംബങ്ങളിലെല്ലാം ഒരു മാറ്റമുണ്ടാകട്ടെ. ഈ കേൾക്കുന്ന വ്യക്തികളിലെല്ലാം ഒരു മാറ്റമുണ്ടാകട്ടെ. അപ്പോൾ യേശുവേ, വലിയൊരു ആത്മീയ അനുഭവം ഇവരുടെ ലൈഫിൽ തുറക്കപ്പെടട്ടെ. അപ്പോൾ താങ്ക് യു ജീസസ്. കർത്താവേ, അപ്പോൾ വിശ്വാസത്തിൽ താണുപോയവർ, ഇടിഞ്ഞു പോയവർ ദൈവിക സ്പർശനത്തിലേക്ക് വരട്ടെ. അപ്പോൾ ദൈവിക അനുഭവങ്ങൾ അവർക്ക് കൂടുതൽ വ്യക്തമാകട്ടെ. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം അവരോട് ഇടപെടുന്നത് കൂടുതൽ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ നിറവിനാൽ നിറയ്ക്കണം. അപ്പോൾ അവിടുത്തെ കൃപയാൽ നടത്തണം. അപ്പോൾ യേശുവേ, അവിടുത്തെ നിറവിനാൽ നിറയ്ക്കണം. അപ്പോൾ അവിടുത്തെ കൃപയാൽ നടത്തണം. അപ്പോൾ കർത്താവേ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. അപ്പോൾ കർത്താവെ, അതേപോലെ കൺഫ്യൂഷനിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ വ്യക്തികളെ അതിൽ നിന്നും പൂർണ്ണമായി ദൈവശബ്ദത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൺഫ്യൂഷനുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ധൈര്യത്തോടെ ചിലതിനെ ഫേസ് ചെയ്യാൻ തക്കോണം അവരുടെ മേൽ പകരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് എല്ലാവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.